ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. അതും നമ്മുടെ കയ്യിലുള്ള പാലും സേമിയവും കുറച്ച് ഏതെങ്കിലും ഫ്രൂട്ട്സും കൂടെ ചേർത്ത് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ സമയത്തിന് നോമ്പ് തുറയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ഈ ഇന്നത്തെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നല്ല തണുപ്പിച്ചൊക്കെ ഇത് ഒരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഒരു ഏത്തപ്പഴവും ഒരു 2 രസതളിപ്പഴവുമാണ് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അതെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സാധനം വെച്ച് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ പഴത്തിന് കുറച്ച് മധുരമുള്ള പഴുത്ത പഴമാണ്, എന്നാലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇത് നല്ല തണുക്കട്ടെ. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് നല്ല തണുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് പഴം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായി വേണ്ടത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ ഞാൻ വാനില കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് പാലിൽ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 2-2.5 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ളതാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇതുപോലെ ഒരു 4-5 ടേബിൾ സ്പൂൺ പാലിൽ ഇതുപോലെ കലക്കി വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പാത്രം, നമ്മൾ സേമിയ പായസമൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതിയിൽ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരിക്കും. അപ്പോൾ അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരൊറ്റ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ചേർത്തൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് കിട്ടാനുള്ള നെയ്യാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്. നമുക്കിപ്പോൾ മൊരിച്ചൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ കയ്യിലുള്ള സാധനം മൊരിച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് മൊരിക്കണമെന്നേ ഉള്ളൂ. ആവശ്യക്കാർ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് വരാൻ വേണ്ടി ഇതൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേശവും ബദാമും പിസ്തയും എല്ലാം കയ്യിലുണ്ട്. കപ്പലണ്ടിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അങ്ങ് ചേർത്തിടുക. കപ്പലണ്ടി മാത്രമായാലും കുഴപ്പമില്ല, ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്നും മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുത്തൊന്നും വേറൊരു പാത്രത്തിലോട്ടൊന്നും വെക്കണ്ട. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി അടുത്തത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ കുറച്ച് സേമിയയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ വെക്കുന്ന, ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന ഏത് സേമിയയിലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പോളം സേമിയ എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട, നമുക്ക് 1/2 ലിറ്റർ പാലിനുള്ള സാധനമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് സേമിയ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് കൂടെ ഈ നമ്മുടെ ഇതിലോട്ട് നെയ്യിലോട്ട് കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ നെയ്യ് ചേർത്ത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് തയ്യാറാക്കി നമുക്ക് സേമിയയും കൂടെ ഇതിലോട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അധികം കരിഞ്ഞു പോകരുത്. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം കൂട്ടി കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മളിത് ഒന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള പാലാണ്. ഞാനൊരു 1/2 ലിറ്റർ പാലിൽ നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാൻ. അതിന് ശേഷമുള്ള ബാക്കി പാല്, അതായത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഈ ഡ്രിങ്കിന് ഏറ്റവും. അങ്ങനെ നമ്മൾ 1/2 ലിറ്റർ പാലും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊന്ന് മിക്സ് ചെയ്യാൻ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് സേമിയമാണ് ഇതിന് കറക്റ്റായിട്ടുള്ള അളവ്. സേമിയം കൂടരുത്. കൂടിയാൽ നമ്മുടെ ആ പാലിന് അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ 1/2 ലിറ്റർ പാലിന് ഇത് ഇത്രയും തന്നെ മതിയാകും. കുറച്ച് സേമിയം തന്നെ, എന്നാലും ഇതൊരു കട്ടിക്കായിട്ടുള്ള നമ്മുടെ ഡ്രിങ്കാണിത്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ, അപ്പോൾ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സേമിയമൊക്കെ ഒന്ന് അടിയിൽ പിടിക്കുകയോ നല്ലതുപോലെ ഒന്ന് കുറുകി വേകാതെയൊക്കെ കിടന്നാലും നമ്മുടെ ഈ ഡ്രിങ്കിന്
അതും ഒരു ടേസ്റ്റ് വ്യത്യാസം സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏതാണ്ടൊന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തിന് വേണം നമ്മുടെ കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചിരിക്കുന്നത് എടുക്കുക. അപ്പോൾ അത് നമ്മൾ കുറച്ച് പാലിലാണ് കലക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ അതിൻ്റെ അളവും കൂടി പോകരുത്. ഒരു 2 ചെറിയ ടേബിൾ സ്പൂൺ മതിയാകും. ഇത് കുറുകി വരുന്ന സാധനമാണ്. അപ്പോൾ നല്ല ഓവറായിട്ട് കുറുകിയാലും അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഇതിപ്പോൾ കുറേ സമയം നല്ല തണുപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്ത് കഴിക്കാനുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അത് ഓവറായിട്ടങ്ങ് കുറുകാനും പാടില്ല. അപ്പോൾ ഇത് തന്നെയാണ് പരുവം. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് ഇതിലോട്ട് കിടന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിത് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് നിർബന്ധമില്ല, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണമൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിനോട് കൂടി അത് ചേർക്കേണ്ട ആവശ്യം വേണമെങ്കിൽ ചേർത്താൽ മതിയാകും, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലോട്ട് നമ്മുടെ ഈ സേമിയയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്ര കട്ടിക്ക് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. പക്ഷേ ഇതിനേക്കാൾ ലൂസ് ആവുകയാണെങ്കിൽ ഇതിന് വലിയൊരു ടേസ്റ്റ് വരികയില്ല. അപ്പോൾ തീരെ ലൂസായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല കട്ടിക്ക് കഴിക്കാൻ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ വയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആണെങ്കിൽ രാവിലെ തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ നാളെ എന്തെങ്കിലും പാർട്ടി പോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നേ തയ്യാറാക്കി വയ്ക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് നല്ല ഐസ്ക്രീമിനേക്കാൾ ടേസ്റ്റ് വേണമെങ്കിൽ പറയാം. എല്ലാവരും ചെയ്തു നോക്കുക. അങ്ങനെ ഞാൻ ദാണ്ടെ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ദാണ്ടെ നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെയാണ് വേണ്ടത്. കുറേ കൂടെ ലൂസായാലും ഇതിൻ്റെ ആ ഒരു ഇത് ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇത്രയും നല്ല തണുത്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പഴം മാത്രമല്ല, ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള പഴം, അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ഫ്രൂട്ട്സും ഒന്നും വീട്ടിൽ കാണണമെന്നില്ല. അപ്പോൾ പഴമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മധുരം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർക്കുകയാണെങ്കിലാണ് അതിനൊരു ടേസ്റ്റ്. അല്ലെങ്കിൽ പഴത്തിൻ്റെ ഒരു ചെറിയ പുളിപ്പൊക്കെ വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ മധുരം ചേർക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ മാതളം, അതും ഇവിടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊന്ന് ചേർത്തു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എല്ലാം തണുത്തിരിക്കുന്ന സാധനമാണ്. നമുക്കങ്ങ് ടേസ്റ്റായിട്ട് അങ്ങ് കഴിക്കാം. അപ്പോൾ നോമ്പ് സമയങ്ങളിൽ ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണിത്. നമുക്ക് ഒന്നാമതേ ഈ ചൂട് സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വന്നപ്പോൾ നല്ല കൊള്ളാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടിട്ടുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.